എഡ്യൂക്കേഷന് വേണ്ടിയോ അല്ലെങ്കിൽ സ്കിൽഡ് മൈഗ്രേഷൻ വഴിയോ അല്ലെങ്കിൽ എംപ്ലോയർ സ്പോൺസേർഡ് വിസ വഴിയോ നിങ്ങൾക്ക് എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് വരാം എന്നുള്ളത് ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരും. ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ ശ്രദ്ധിച്ചു കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ എങ്ങനെയാണ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് ആ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഒരു പുതിയ സജഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വേണമെങ്കിൽ സ്പീഡ് 1.25 സെറ്റ് ചെയ്തോളുക. ഒരാളുടെയും ടൈം വേസ്റ്റ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി വീഡിയോയുടെ സ്പീഡ് 1.25 വെക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. ഇതൊന്നും കൂടാതെ നിങ്ങളുടെ ഏജിനനുസരിച്ചും നിങ്ങളുടെ പ്രൊഫഷനനുസരിച്ചും എങ്ങനെ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതും ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമുക്ക് ആദ്യം തന്നെ നോക്കാം എത്ര ടൈപ്പ് ഓഫ് വിസ ഓസ്ട്രേലിയയിലേക്ക് ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് വിസ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പ്രൊഫഷൻ വെച്ച്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പ്രൊഫഷനിലുള്ള ഒരാൾക്ക് കിട്ടാൻ സാധിക്കുന്ന എല്ലാ തരത്തിലുള്ള വിസകളും ഇതിലുണ്ട്. ഇതിൽ ഒന്നും ഇവിടെ ഉൾപ്പെടുത്താത്ത ഒരു വിസ ടൈപ്പാണ് നിങ്ങളോട് നിങ്ങളുടെ ഏജൻറ്റ് അല്ലെങ്കിൽ ഏജൻറ്റ് എന്ന് പറയുന്ന ആൾ പറയുന്നതെങ്കിൽ തീർച്ചയായും വിശ്വസിക്കുക, അത് ക്യാഷ് തട്ടിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള വിസ കാറ്റഗറീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ്. ഈ വേർഡ് നിങ്ങൾ മൈഗ്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടാവും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ്റെ നെയിം ഇവിടെ ഇൻ ഡിമാൻഡ് ആണോ എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പ്രൊഫഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്കിൽഡ് മൈഗ്രേഷൻ എന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, പക്ഷേ അതുകൊണ്ട് സ്കിൽഡ് മൈഗ്രേഷൻ വഴി നിങ്ങൾക്ക് വിസ കിട്ടുകയില്ല. ഇനി നിങ്ങൾക്ക് എംപ്ലോയർ സ്പോൺസേർഡ് വിസ വഴിയാണ് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നിങ്ങളുടെ സ്കില്ല് ആ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഈ സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വരാത്ത കുറേ ഓക്യുപ്പേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട് പിക്കർ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് സൂപ്പർവൈസർ. ഇതൊക്കെയാണ് ഞാൻ പൊതുവെ ആൾക്കാർ എനിക്ക് അയച്ചു തന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതായത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വിസ എനിക്ക് കിട്ടി, ഇതുവഴി എനിക്ക് വരാൻ സാധിക്കുമോ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രൊഫഷന് വേണ്ടിയുള്ള വിസ ഓസ്ട്രേലിയയിൽ ഇല്ല. അതിനുവേണ്ടി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരേണ്ട ആവശ്യം ഓസ്ട്രേലിയയിലുള്ളവർക്കില്ല. കാരണം ഇവിടെ തന്നെ അതിന് ആവശ്യത്തിന് മിച്ച ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പ്രൊഫഷൻസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് മറ്റൊരു രാജ്യത്ത് നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വേറൊരാളെ മൈഗ്രേറ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം ഓസ്ട്രേലിയയിലേക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊഫഷൻസിന് ഒന്നും തന്നെ ഈ പറഞ്ഞ സ്കിൽഡ് മൈഗ്രേഷനോ എംപ്ലോയർ സ്പോൺസർ വിസയോ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ഇടയ്ക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യം, വിസിറ്റ് വിസയിൽ വന്നതിന് ശേഷം മറ്റൊരു വിസയിലേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറി ഓസ്ട്രേലിയയിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ സാധിക്കുമോ എന്ന്. ലുക്ക്, വിസിറ്റ് വിസയിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാം, തീർച്ചയായും ചെയ്യാം. നിങ്ങൾ ഓസ്ട്രേലിയയിലുള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്കൊരു ബ്രിഡ്ജിങ് വിസയും കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്നു, നിങ്ങൾ ഒരാളെ മാരേജ് ചെയ്തിരുന്നു, നിങ്ങൾ പാർട്ട്ണർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പാർട്ട്ണർ വിസ ഗ്രാൻഡ് ആവാൻ ഓൾമോസ്റ്റ് 1 year to 2 year എടുക്കുന്നുണ്ട്. അതിന് ഇടയ്ക്കുള്ള ആ ഒരു കാലഘട്ടമുണ്ട്. അതായത് 3 months വിസിറ്റ് വിസയ്ക്ക് ശേഷം വരുന്ന ആ ഗ്യാപ്പ് ടൈമിൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി ബ്രിഡ്ജ് വിസ എന്നൊരു വിസ കിട്ടും. ആ വിസ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേയും ചെയ്യാം. അതിനുശേഷം പാർട്ട്ണർ വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പാർട്ട്ണർ വിസയിൽ ഇവിടെ സ്റ്റേ ചെയ്യാം ഇൻഡെഫിനിറ്റ് ആയിട്ട്. പക്ഷേ വിസിറ്റ് വിസയിൽ നിന്നും നിങ്ങൾക്ക് എംപ്ലോയർ വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ ജീവിക്കുകയോ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിലേക്ക് മാറി ജീവിക്കുകയോ ചെയ്യാം 10 yearലേക്ക് എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ടു. എനിക്കൊന്നേ പറയാനുള്ളൂ, സ്കിൽഡ് പ്രൊഫഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടാക്സി ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഒരു ട്രക്ക് ഡ്രൈവറാണ്, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് പിക്കർ ചെയ്യാൻ പറ്റുന്ന ആളാണ്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്ത ഒരാളാണ്, ഇങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷേ വിസിറ്റ് വിസയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കുമായിരിക്കും. പക്ഷേ വിസിറ്റ് വിസയിൽ വന്നതിന് ശേഷം നിങ്ങൾ 5-10 years ഇവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഒരർത്ഥവുമില്ല. നിങ്ങൾ ക്യാഷ് വേസ്റ്റാക്കി നിങ്ങളുടെ ജീവിതം ഓൾമോസ്റ്റ് 10 years ഇവിടെ വന്ന് വേസ്റ്റ് ആക്കുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങളൊരു സ്കിൽഡ് പ്രൊഫഷൻ ആണെങ്കിൽ മാത്രമേ ഈ വഴിയിൽ ഇങ്ങോട്ട് വരാൻ നോക്കാവുള്ളൂ എന്നേ ഞാൻ പറയുകയുള്ളൂ. ഏതൊരാൾക്കും നിങ്ങൾക്കൊരു വിസിറ്റ് വിസ എടുത്തു തരാൻ സാധിക്കും. അതിന് ഒരു സ്കിൽഡ് മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു വിസിറ്റ് വിസ എടുത്ത് 3 മാസം മാക്സിമം വാലിഡിറ്റി ഉള്ള വിസിറ്റ് വിസയിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇവിടെ ജോലിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരാവണ്ണം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന ഒന്നല്ല. ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. അത് ആദ്യം മനസ്സിലാക്കുക. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ, എസ്പെഷ്യലി മോർ ദാൻ 2 months. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പല ഏജൻസും വിസിറ്റ് വിസ തന്ന് ഇങ്ങോട്ട് ആൾക്കാരെ വിട്ട് കളിപ്പിക്കുന്ന അവസ്ഥകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. അതാരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക്, അവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ഈ കെണിയിൽ പെടില്ല എന്നാണ്. പക്ഷേ
ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ ചിന്തിച്ച് അതിൽ പോയി പെടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിസിറ്റ് വിസയിൽ നിന്നും മറ്റുള്ള വിസകളിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാം എന്നുള്ള ആ വിശ്വാസത്തിൽ ഓസ്ട്രേലിയയിലേക്ക് വരാതിരിക്കുക, അൺലെസ് നിങ്ങളൊരു സ്കിൽഡ് പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിൽ. അതായത് നിങ്ങളൊരു നേഴ്സോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻ ഡിമാൻഡുള്ള എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അങ്ങനത്തെ സ്കിൽഡ് പ്രൊഫഷൻസ് ആണെങ്കിൽ മാത്രം ആ വഴിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതല്ല നിങ്ങൾക്കൊരു സ്കിൽഡ് ഓക്യുപ്പേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിയിൽ വരുന്നതിൽ ഒരർത്ഥവുമില്ലെന്നേ ഞാൻ പറയുകയുള്ളൂ. ആദ്യം തന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നതുമായ എംപ്ലോയർ സ്പോൺസേഡ് വിസയെക്കുറിച്ച് സംസാരിക്കാം. 2 ടൈപ്പ് വിസയാണുള്ളത്. ഒന്ന് 482, ഒന്ന് 186. ഞാൻ ഇതിൻ്റെ ഡിഫറൻസ് പറയാം. 482 എന്ന് പറയുന്നത് നിങ്ങളെ ഒരു എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്നു. അത് പക്ഷേ ഒരു പെർമനൻറ്റ് റെസിഡൻസി അല്ല, ജസ്റ്റ് എംപ്ലോയർ സ്പോൺസേഡ് വിസയാണ്. അത് നിങ്ങൾ ദുബായിലേക്ക് പോകുമ്പം ദുബായിൽ ഒരു എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന പോലെ തന്നെ ഉള്ള വിസയാണ് ഈ 482 എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അത് കിട്ടിയെങ്കിൽ നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾ കയറി പോരുക, കുഴപ്പമില്ല. പക്ഷേ അതൊരു പെർമനൻറ്റ് റെസിഡൻസി അല്ല എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആ വിസയുടെ കാലയളവ് മാത്രമാണ്, വിച്ച് ഈസ് മോസ്റ്റ്ലി 3 to 5 years. ഈ ടൈം കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു 482ലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ PR-ന് അപ്ലൈ ചെയ്യുകയോ ചെയ്യാം വേറൊരു പ്രോസസ്സിലൂടെ. പക്ഷേ ഈ 482 എന്ന് പറയുന്നത് ആസ് ഇറ്റ് സെൽഫ് ഒരു പെർമനൻറ്റ് റെസിഡൻസി അല്ല. ഇനി അടുത്തത് 186 എന്ന് പറയുന്നത് ബൈ ഇറ്റ് സെൽഫ് ഒരു പെർമനൻറ്റ് റെസിഡൻസി ആണ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻസി കിട്ടി, ഒരു ഡിഫിക്കൽട്ടി ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എംപ്ലോയറിലേക്ക് അല്ലെങ്കിൽ എംപ്ലോയർ നിങ്ങളെ പറയുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെ പെർമനൻ്റ് ആയിട്ട് ഓസ്ട്രേലിയയിൽ സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾ പെർമനൻറ്റ് റെസിഡൻസ് ആയി മാറിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഉള്ള പകുതി എംപ്ലോയേഴ്സും 186 തരാൻ തയ്യാറല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേയധികം ഇന്ത്യക്കാർ 186 വന്നതിന് ശേഷം ആ എംപ്ലോയറെ ക്വിക്ക്ലി 6 months തന്നെ ചേഞ്ച് ചെയ്ത് മറ്റൊരു എംപ്ലോയറിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ള ജോലികളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ 186 സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എംപ്ലോയറിന് നല്ല എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ 186 സ്പോൺസർ ചെയ്ത് വന്ന ആൾക്കാർ മറ്റൊരു ജോബിലേക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവർക്കത് നഷ്ടമായതുകൊണ്ട് തന്നെ ഇപ്പം ഓൾമോസ്റ്റ് 186 വിസ എന്ന് പറയുന്നത് ഡെഡിക്കേറ്റഡ് ടു നേഴ്സസ് അങ്ങനെയുള്ള ഇൻ ഡിമാൻഡ് പ്രൊഫഷൻസിനും മാത്രമുള്ളതായി മാറിയിട്ടുണ്ട്. പക്ഷേ 482 മറ്റുള്ള പ്രൊഫഷൻസും ഇപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം അവർക്ക് അത്രയധികം റിലയബിലിറ്റി ഓൺ എംപ്ലോയർ ഇല്ല. അതായത് നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻസി അല്ല അവർ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങൾക്ക് വെറും ഒരു വർക്ക് വിസ മാത്രമാണ് 482 തരുന്നത്. അതുകൊണ്ട് ഈ 2 ടൈപ്പ് വിസയാണ് പൊതുവേ നമ്മൾ ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ഒക്കെ ഇങ്ങോട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ 2 വിസകളാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതും നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ. മറ്റൊരു കാര്യം തീർച്ചയായും ശ്രദ്ധിക്കുക, ഈ 2 വിസകൾ നിങ്ങൾക്ക് ചുമ്മാ ഒരാൾ ഇമെയിൽ എഴുതി അയച്ചു തരികയോ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് വിസ തരാൻ കാശ് തരുവാണെങ്കിൽ എന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഫേക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ലൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൻ്റെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഫോർമൽ പ്രോസസ്സും ഉണ്ടാവും. നിങ്ങളൊരു CV പ്രിപ്പയർ ചെയ്യണം, ആ CV അവർക്ക് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിച്ച് ആ ഇൻ്റർവ്യൂവിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ നിങ്ങളുടെ ഇമെയിലിൽ അയച്ചു തരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് വിശ്വസിക്കാവുള്ളൂ. അല്ലാതെ കുറേയധികം ഇൻസിഡൻസ് കാണാറുണ്ട്. അതായത് ഫോൺ വിളിച്ചു, നിങ്ങൾക്ക് ഓഫർ തരാം, 1 lakh അടയ്ക്കുക, അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പോയി ജോലി ചെയ്യാം, നിങ്ങൾക്ക് ഇത്രയാണ് ശമ്പളം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഫേക്കാണ്. ഞാൻ കുറേ എണ്ണം കണ്ടു, എല്ലാം തന്നെ ഫേക്കാണ്. ഓൾമോസ്റ്റ് 99.9% ഫേക്കാണ്. അങ്ങനെ ഒരിക്കലും വരില്ല. അത് ഞാൻ തീർച്ചയായിട്ടും പറയാം. ഒരു ഫോർമലായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒരാൾ, നിങ്ങളുടെ തൊട്ട് സുഹൃത്തായിട്ടുള്ള ഒരാൾ മാത്രം വിശ്വസിക്കുക. അതായത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഏറ്റവും നല്ലപോലെ അറിയാവുന്ന, നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാളെ മാത്രം വിശ്വസിക്കുക. അതല്ലാതെ പലപ്പോഴും ഞാൻ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അറിയാവുന്ന ഒരാളാണ്, എൻ്റെ ഒരു ഫാമിലി സുഹൃത്താണ്, കുറച്ച് ദൂരമുള്ളതാണ്, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഒരാളെ വിശ്വസിക്കുന്ന ഒരർത്ഥമില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് പറ്റിയിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു ഫാമിലി സുഹൃത്താണ്, അയാൾ പറഞ്ഞിട്ട് ഞാൻ അയാൾക്ക് 2 ലക്ഷം രൂപ കൊടുത്തു, അടുത്ത മാസം വീണ്ടും 2 ലക്ഷം കൊടുത്തു, അങ്ങനെ 10 ലക്ഷം കൊടുത്തു. അതിനുശേഷം അയാൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന നല്ല സുഖമായിട്ട് നമ്മുടെ കാശ് പോകും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. എനിവേ, എംപ്ലോയർ സ്പോൺസർഡ് വിസ എന്താണെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സീക്കിലോ ഇൻഡീഡിലോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴിയോ ജോലിക്ക് അപ്ലൈ ചെയ്യുക. ഈ ജോലി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ഓട്ടോമാറ്റിക് മെയിലാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ സ്കില്ല് ഇതിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ CV അല്ലെങ്കിൽ റെസ്യൂമേ പിന്നെ ആ കവർ ലെറ്ററും ഒരു നല്ല ഫോർമാറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയൻ ഫോർമാറ്റിലല്ല എന്നുള്ളതും, പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ CV പോയി ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിൽ ഫെയിലിയർ ആവുക എന്നുള്ളതാണ്. അതായത് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ ഫിൽറ്റർ ചെയ്യുന്ന പ്രോസസ്സാണ് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം. ഈ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ എങ്ങനെ ബീറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ CV പ്രിപ്പറേഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ മുകളിൽ കാണിക്കുന്നതായിരിക്കും, പോയി കണ്ടോളുക. അതിനനുസരിച്ച് ചെയ്യുക. അതായത് ആ കീവേഡ്സ് ഉൾപ്പെടുത്തി മാത്രം ഒരു CV പ്രിപ്പയർ ചെയ്ത് ഓരോ ജോലിക്കും ഓരോ CVയും പ്രിപ്പയർ ചെയ്ത് വേണം സബ്മിറ്റ് ചെയ്യാൻ. അല്ലാതെ ഒരു ജനറൽ CV എല്ലാത്തിനും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരിക്കലും നിങ്ങൾക്ക് ആ ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് CV പ്രിപ്പറേഷൻ്റെ ഈ വീഡിയോ കണ്ട് CV നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ്, സ്കിൽഡ് മൈഗ്രേഷൻ. ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ച് മജോറിറ്റി ആയിട്ട് ഞാൻ ഒന്നാമതായിട്ട് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഓൾമോസ്റ്റ് 20K to 30K വ്യൂസും ഉണ്ട്. അതായത് അത്രത്തോളം ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് അതിന് അത്രയും വ്യൂ കിട്ടിയിരിക്കുന്നത്. നിങ്ങളിത് കണ്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. സ്ക്രീനിലുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ലിങ്കും ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ ചാനലിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് ഈ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. മെയിൻലി സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന വിസകൾ എന്ന് പറയുന്നത് SC189, SC190 ആണ്. ഈ 2 വിസകൾ മാത്രമാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 491 നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. പക്ഷേ 491 ഡയറക്റ്റ് ഒരു PR അല്ല, അത് PR-ലേക്കുള്ള ഒരു പാത്വേ മാത്രമാണ്. 3 വർഷത്തിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് 189ഉം 190യും തന്നെയാണ്. 189ഉം 190യും ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. നിങ്ങൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുന്ന സമയത്ത് നിങ്ങളാണ് സെലക്ട് ചെയ്യുന്നത് ഒരു ടിക്ക് വഴി 189 മാത്രം മതിയോ, അതോ 190 കൂടെയോ വേണോ, അതോ 491 കൂടെ വേണോ എന്നുള്ളത്. ആ ഒരു ടിക്കിലാണ് നമ്മുടെ ഈ ഫുൾ പ്രോസസ്സ് വേരി ചെയ്യുന്നത്. ഈ 189ഉം 190യും 491 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എക്സാം പാസ്സാകുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് എക്സാമിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് സ്കിൽ അസസ്മെൻറ്റ് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കണ്ടുപിടിക്കുക. മോസ്റ്റ് പ്രോബബ്ലി IELTS 6 അല്ലെങ്കിൽ PTE 65 ഇക്വലൻ്റ് ആയിട്ടുള്ള സ്കോർ ഉണ്ടായിരിക്കണം. ഇത് ഓരോ അതോറിറ്റിക്കും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ അതോറിറ്റിക്ക് വേറെ ആയിരിക്കാം, നേഴ്സസിൻ്റെ അതോറിറ്റിക്ക് വേറെ ആയിരിക്കാം, മറ്റൊരു പ്രൊഫഷണൽ അതോറിറ്റിക്ക് വേറെ ആയിരിക്കാം. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതിനുശേഷം ആ എക്സാമിൻ്റെ സ്കോർ പാസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടുത്തിയ ഡോക്യുമെൻറ്റ്സ് അവർക്ക് സബ്മിറ്റ് ചെയ്ത് അസസ് ചെയ്യാൻ കൊടുക്കുക. അതിനൊരു ഫീസുണ്ട്. ആ ഫീസ് എത്രയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഓരോ സ്റ്റേജിലും എത്രയാണ് ഫീസ് ആവുന്നത് എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, ആ സ്കിൽ അസസ്മെൻറ്റിന് നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും കൊടുക്കുക. അത് സ്കിൽ അസസ്മെൻറ്റ് പോസിറ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി ബുദ്ധിമുട്ട് കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതിനുശേഷമാണ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ഇത്രത്തോളം പോയിൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് 80 പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ഏജും നിങ്ങളുടെ ഇംഗ്ലീഷ് എബിലിറ്റിയും അനുസരിച്ച് നിങ്ങൾക്ക് ഇത്ര പോയിൻ്റ് ഉണ്ട്, ഒരു PR തരാൻ സാധിക്കുമോ എന്ന് ഓസ്ട്രേലിയയോട് ബേസിക്കലി നമ്മൾ ചോദിക്കുകയാണ്. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേരാണ് സ്കിൽ സെലക്ട്. ആ സ്കിൽ സെലക്റ്റിൽ പോയി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇട്ടതിന് ശേഷം ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്കൊരു ഇൻവിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു PR-നുള്ള ഇൻവിറ്റേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഇൻവിറ്റേഷൻ കിട്ടാൻ എത്ര സമയം വേണം എടുക്കാം? 2 മന്ത്സിനുള്ളിൽ കിട്ടിയവരുണ്ട്, 4 മന്ത്സിനുള്ളിൽ കിട്ടിയവരുണ്ട്, 5 ഇയറിനുള്ളിൽ കിട്ടിയവരുണ്ട്. എത്ര സമയം വേണം എടുക്കാം? നിങ്ങളുടെ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ പോയിന്റുള്ളവർക്ക് ആദ്യം ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് 80 പോയിന്റ് ഉണ്ടെങ്കിൽ 90 പോയിന്റുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ ഇത് ടൈം ബേസ്ഡ് ആണ് താനും. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് PR-ന് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ ഓൾമോസ്റ്റ് PR കിട്ടിയ പോലെയാണ്. PR-ൻ്റെ ഗ്രാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ PR-ൻ്റെ ഫീസ് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിലുണ്ട്. അത് പോയി കാണുക. PR-ൻ്റെ ഫീസ് നോൺ റീഫണ്ടബിൾ ആണ്. അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ആ കാശ് ഫുള്ളായിട്ട് പോയി കിട്ടും. അതിന് അപ്പീലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് റിജക്ഷന് കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്ത് PR നേടിയെടുക്കുക. ഇതാണ് സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സ്. ഇനിയും കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ PR-ൻ്റെ വീഡിയോ ചാനലുണ്ട്, അത് പോയി കാണുക. 30 മിനിറ്റ്സ് ഉള്ള വീഡിയോ ആണ്. ആ 30 മിനിറ്റ്സ് ഉള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഏജൻസിക്ക് കൊടുക്കുന്ന 2 lakhs to 3 lakhs മണിയുടെ അത്രയും ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അത് ആദ്യം തൊട്ട് അവസാനം വരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ വീഡിയോയുടെ കമൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൾക്കാരുടെ എക്സ്പ്രഷൻസും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത്രത്തോളം വ്യൂവേഴ്സിലേക്ക് അത് എത്തിയതെന്ന്. അത്ര ക്വാളിറ്റിയുള്ള വീഡിയോ ആണ്. അത് പോയി കാണുക എന്നേ പറയുള്ളൂ. അപ്പോൾ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന മറ്റൊരു വഴി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് വിസ എടുക്കുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി എക്സ്റ്റെൻസീവായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് വിസയുടെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി എക്സ്റ്റെൻസീവായിട്ട് പറയാൻ ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ബട്ട് ഞാൻ കണ്ട ഒരു ചാനലുണ്ട്, ഈ മെൽബണിൽ തന്നെയുള്ള ഒരു പുള്ളിക്കാരുടെ ഒരു ചാനലുണ്ട്, OC ചങ്ക് എന്ന് പറഞ്ഞ് ഒരു ചെറിയ ചാനലാണ്. എന്നെപ്പോലെ തന്നെ മറ്റൊരു ചാനലാണ്. നിങ്ങൾ പോയി കണ്ടു നോക്കുക. ആ ചാനൽ എനിക്ക് കണ്ടിടത്തോളം അതിൻ്റെ പ്രോസസ്സൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൽ അവരുടെ എക്സ്പീരിയൻസും ഒരു സ്റ്റുഡൻ്റായിട്ട് വന്നാലുള്ള എക്സ്പീരിയൻസ്, അവരെങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു, പിന്നെ ഓസ്ട്രേലിയയിലെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ചാനൽ കണ്ടിട്ട് സ്റ്റുഡൻസ് ആയിട്ട് വരാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനൽ കണ്ടാൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചാനൽ ഏതാണെന്നുള്ളത് പോയി കാണുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അതല്ലെങ്കിൽ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് പോയി കാണുക.
ഈ 3 മെത്തേഡ്സാണ് മെയിൻലി നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനായിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഏത് മെത്തേഡാണെന്ന് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും റെഫ്യൂജി വിസയിൽ വന്ന് അതിനുശേഷം വർക്ക് വിസയിൽ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാശ് പോവും, ഉറപ്പാണ്. തീർച്ചയാണ് 100% അങ്ങനെ കാശ് പോയവരുണ്ട്. കാശ് പോകും എന്നുള്ള കാര്യത്തിന് ഞാൻ എഴുതി വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരാം. കാശ് പോകും. റെഫ്യൂജി വിസ ടു വർക്ക് വിസ പോസിബിൾ അല്ല. വിസിറ്റ് വിസ ടു വർക്ക് വിസ പോസിബിൾ ആണ് നിങ്ങളുടെ പ്രൊഫഷൻ ഇൻ ഡിമാൻഡ് ആണെങ്കിൽ മാത്രം. അതായത് നിങ്ങളൊരു ട്രക്ക് ഡ്രൈവർ, ബസ് ഡ്രൈവർ, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രൂട്ട് പിക്കർ, അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്കില്ല് ആവശ്യമില്ല, എഡ്യൂക്കേഷണൽ സ്കിൽസ് ആവശ്യമില്ലാത്ത ഒരു സ്കില്ലിന് ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിസ നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ച് കാശ് കൊടുക്കുക തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുള്ളാണ്. മറ്റുള്ളവരിലേക്കും ഇത് എത്താൻ സാധിക്കും. ആരെങ്കിലും ഈ പ്രോസസ്സ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും പ്രോസസ്സ് ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അവർക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയില്ലെങ്കിൽ പോലും അവർക്കത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായും അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ്.